ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡ്രീം കിഡ്സ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഒരു സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്ന ഒരു മിൽക്കി നട്ട് കേക്കാണ്. ഈ ഒരു മിൽക്കി നട്ട് കേക്ക് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇങ്ങനെ അല്ലല്ലോ മിൽക്കി നട്ട് കേക്കാണ്. ഉള്ളിലാണ് നമ്മൾ മിൽക്കി നട്ട് കേക്കിൻ്റെ ഫ്രോസ്റ്റിങ്ങും അതേപോലെ ഫില്ലിങ്ങും ഒക്കെ കൊടുത്തേക്കുന്നത്. പുറത്ത് ഈ ഒരു ഡിസൈൻ ചെയ്തേ ഉള്ളൂ. അത് അവരുടെ ഇഷ്ടത്തിന് ഉള്ളിൽ ആ ഒരു ഫില്ലിങ് കൊടുത്തിട്ട് പുറമെ അവർ കാണിച്ച ഒരു പിക്ചർ വെച്ചിട്ട് ചെയ്തേ ഉള്ളൂ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അതിനു മുമ്പ് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഇതേപോലുള്ള പാർട്ടി സെറ്റപ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ബ്രൈഡൽ ഷവർ, ഗ്രൂം ഷവർ, ഹൽദി, മെഹന്തി, ബേബി ഷവർ, ബർത്ത്ഡേ പാർട്ടീസ് അങ്ങനെ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക. നമ്മളത് നിങ്ങൾ പറയുന്ന ഡെസ്റ്റിനേഷനിൽ വന്ന് ചെയ്തു തരും. വീട്ടിൽ വേണമെങ്കിൽ വീട്ടിൽ വന്ന് ചെയ്തു തരും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക. ഞാൻ താഴെ കോൺടാക്റ്റ് ചെയ്യാനുള്ള എല്ലാ ഐഡീസും മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ആദ്യം അരച്ചെടുക്കണം. ഒരു കപ്പ് മൈദയാണ് എടുത്തേക്കുന്നത്. ആ ഒരു കപ്പ് മൈദയിലോട്ട് ഇനി 8 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുക. 8 ടേബിൾ സ്പൂൺ എന്ന് പറയുന്നത് അര കപ്പിൻ്റെ ഒരിച്ചിരി താഴെ ആയിട്ട് വരും. അപ്പോൾ എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവും അത്രയും കോൺഫ്ലോർ ചേർക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവില്ലേന്ന്. ഒന്നും ഉണ്ടാവില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള സ്പോഞ്ച് നിങ്ങൾക്ക് കിട്ടും. ഇനി അതിലോട്ട് 1 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും അതേപോലെ ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ഒരു 3 പ്രാവശ്യം സീവ് ചെയ്തെടുത്തതിന് ശേഷം അത് മാറ്റി വയ്ക്കുക. ഇതിപ്പോൾ ഞാൻ 3 പ്രാവശ്യം സീവ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെച്ചിട്ട് ഇതിലോട്ടുള്ള വെറ്റ് ഇൻഗ്രീഡിയൻസ് റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ ഒട്ടും നനവില്ലാത്തൊരു ബൗളാണ് എടുത്തേക്കുന്നത്. അതിലോട്ട് 4 റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട പൊട്ടിച്ച് ഒഴിക്കുക. ഈ ഒരു മുട്ട എടുക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല വലുപ്പമുള്ള എടുത്താൽ നമ്മുടെ കേക്കിൻ്റെ ബാറ്ററും അത്യാവശ്യം നല്ലപോലെ ഉണ്ടാവും. ഇനി അതിലോട്ട് 1 ടീസ്പൂൺ അളവിൽ വെനില എസൻസ് ആഡ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ 1/4 കപ്പ് പൊടിക്കാത്ത പഞ്ചസാരയും കൂടെ ആഡ് ചെയ്തതിന് ശേഷം പതുക്കെ ബീറ്റ് ചെയ്ത് കൊടുക്കുക. ലോ സ്പീഡിൽ ബീറ്റ് ചെയ്തിട്ട് പതുക്കെ ഇങ്ങനെ കുമിളകൾ വരാൻ തുടങ്ങും. ആ ഒരു സമയത്ത് സ്പീഡ് കൂട്ടിയിട്ട് കൊടുത്താൽ മതി. ഇതേപോലെ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കും നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഉണ്ടാവുക. നല്ല തിക്കായിട്ട് ഒരു വൈറ്റ് കളറിലിരിക്കും. ആ ഒരു സമയത്ത് അതിലോട്ട് 1.5 ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിലും അതേപോലെ 1.5 ടേബിൾ സ്പൂൺ അളവിൽ പാലും കൂടെ റൂം ടെമ്പറേച്ചറിലെ പാലും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. ഒരു സ്പാച്ചുലയോ അല്ലെങ്കിൽ ഒരു വിസ്കോ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇതിൽ ഞാൻ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇടുന്ന വീഡിയോ എടുക്കാൻ മറന്നു പോയിട്ടുണ്ട്. അപ്പോൾ അത് നല്ലപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ച് കുറച്ചായിട്ട് ആഡ് ചെയ്തിട്ട് പതുക്കെ ഫോൾഡ് ചെയ്തെടുക്കുക. ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം നമ്മുടെ ബാറ്റർ ഉണ്ടാവേണ്ടത്. ഇനി നമുക്ക് ഇത് ബേക്കിംഗ് ടിന്നിലോട്ട് മാറ്റാം. ഞാൻ 6 ഇഞ്ചിൻ്റെ പാനാണ് എടുത്തേക്കുന്നത്. 1 kg അളവിലാണ് കേട്ടോ ഇത് ചെയ്തത്. അപ്പോൾ ചിലർക്ക് ഡൗട്ട് ഉണ്ടാവും ഈ ഒരു 6 ഇഞ്ചിൻ്റെ പാനിൽ ഒഴിക്കുന്ന സമയത്ത് കേക്ക് ബാറ്റർ പുറത്തോട്ട് പോവില്ലേന്ന്. ഒട്ടും പുറത്തോട്ട് പോവില്ല. അങ്ങനെ പുറത്തോട്ട് പോകും സംശയം തോന്നുവാണെങ്കിൽ ഇതേപോലെ ബട്ടർ പേപ്പർ ചുറ്റും കുറച്ച് നീളത്തിൽ അങ്ങ് വെച്ച് കൊടുത്താൽ മതി. ഒട്ടും പുറത്തേക്ക് പോവില്ല. ഈ ഒരു ബാറ്റർ ഒഴിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് തന്നെ നിങ്ങൾ എന്തിലാണോ ബേക്ക് ചെയ്യുന്നത്, ഓവനിലാണെന്നുണ്ടെങ്കിൽ 180 ഡിഗ്രിയിൽ ഒരു 10 മിനിറ്റ് അത് പ്രീഹീറ്റ് ചെയ്യുക. ഇനി അല്ല നിങ്ങൾ ഗ്യാസ് സ്റ്റൗവിലാണ് ബേക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതും ഒരു 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ബേക്ക് ചെയ്തെടുത്താൽ മതി. ഒരു അത്യാവശ്യം ഞാനിപ്പോൾ ഒരു ബിരിയാണി പോട്ടിൽ ഉള്ളിൽ ചെറിയൊരു റാക്ക് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് ബേക്ക് ചെയ്യാറുള്ളത്. ഇന്ന് ഞാൻ ഓവനിലാണ് ബേക്ക് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ബേക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയാത്തവർ തൊട്ട് മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതൊന്ന് പോയി കണ്ടു നോക്കുക. അതിൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ ബാറ്റർ ഞാൻ ഇതിൽ നല്ലപോലെ ഫില്ല് ചെയ്തു. ഏകദേശം 1/4 ഭാഗത്തിലും ഒരു ഇച്ചിരും കൂടെ മേലെയാണ്. പക്ഷെ ഒട്ടും താഴെ പോയിട്ടില്ല ബാറ്റർ. 4-5 പ്രാവശ്യം ടാപ്പ് ചെയ്ത് അതിലുള്ള എയർ ബബിൾസ് ഒക്കെ കളഞ്ഞതിന് ശേഷം ഒന്ന് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക. ഇതിപ്പോൾ ഞാൻ ബേക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ബേക്ക് ചെയ്ത് ഓവനിലാണ് ബേക്ക് ചെയ്തത്. നല്ല സ്പോഞ്ചി ആയിട്ടുള്ള കേക്കാണ്. അപ്പോൾ മേലെ ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കളയണം. കേക്ക് ഒരു 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കുക. മേലെ ഭാഗം ഒരു ലെവൽ ആവുന്ന വരെ ഒന്ന് കട്ട് ചെയ്ത് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുക.
ഇനി അതിലേക്ക് നമുക്ക് കേക്ക് വെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പാല് നമ്മൾ ഷുഗർ സിറപ്പൊക്കെ പോലെ ഈ ഒരു മിൽക്കി നട്ടിൽ നമ്മൾ ചേർക്കുന്നത് വേറൊരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അത് നമുക്ക് ചേർത്ത് കൊടുക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തേക്കുന്നത് അരക്കപ്പ് പാലാണ്. അരക്കപ്പ് പാലിലോട്ട് 3 ടേബിൾ സ്പൂൺ അളവിൽ കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടെ ആഡ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു മിക്സ് ചെയ്യുന്ന സമയത്ത് ചെറിയ ചൂടിൽ ഒന്ന് ഗ്യാസ് ഓൺ ആക്കിയതിന് ശേഷം ചെറിയ ചൂടിൽ ഇതൊന്ന് മിക്സ് ചെയ്യുക. ഒരുപാടൊന്നും ചൂടാവണ്ട. നമുക്ക് കൈ തൊട്ട് നോക്കുന്ന സമയത്ത് ആ പാലിൽ നമുക്ക് താങ്ങാൻ പറ്റുന്ന ചെറിയൊരു ചൂട്, ലൈറ്റായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞതിന് ശേഷം അതെടുത്ത് മാറ്റി വയ്ക്കുക. നല്ലപോലെ തണുത്തതിന് ശേഷം മാത്രം കേക്കിലോട്ട് അപ്ലൈ ചെയ്താൽ മതി. നമ്മൾ ഷുഗർ സിറപ്പൊക്കെ ചെയ്യുന്നതിന് പകരം ഉപയോഗിക്കുന്നതാണ്. അത്യാവശ്യം ഒരു മധുരത്തിൽ വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. പാലും പഞ്ചസാരയും മാത്രം ചേർക്കുന്ന സമയത്ത് അത്ര ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഒരു 3 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നത്. കൈ കുത്തി നോക്കുന്ന സമയത്ത് അത്ര ചൂടൊന്നും തോന്നരുത്. ലൈറ്റ് ആയിട്ടുള്ളൊരു ചൂട് അത് മതി. എന്നിട്ടത് മാറ്റി വയ്ക്കാം. ഇനി അതിൻ്റെ കൂടെ തന്നെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യാനുള്ള ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/4 കപ്പ് ചോക്ലേറ്റ് ആണ് എടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഉള്ളിൽ ചോക്ലേറ്റ് ഗനാഷ് വേണ്ട, ചോക്ലേറ്റ് ചിപ്സ് ആണ് വേണമെന്നുണ്ടെങ്കിൽ അത് ചേർക്കാം. അപ്പോൾ ഞാനിവിടെ ചോക്ലേറ്റ് ഗനാഷ് ആണ് എടുത്തേക്കുന്നത്. അതിലോട്ട് 1/4 കപ്പ് അളവിൽ ചോക്ലേറ്റും അതേപോലെ തന്നെ 1/4 കപ്പിന് കുറച്ച് താഴെയായിട്ട് കുറച്ച് ക്രീമും കൂടെ ആഡ് ചെയ്തതിന് ശേഷം അതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ ബട്ടർ ചേർത്തിട്ട് ഒന്ന് മൈക്രോവേവ് ചെയ്യുകയാണ് ചെയ്തേക്കുന്നത്. നിങ്ങൾ ഡബിൾ ബോയിൽ ചെയ്തെടുത്താലും മതി. ഇനി നിങ്ങൾക്ക് ആ ഒരു മിൽക്കി നട്ട് കേക്കിൻ്റെ പുറം ഭാഗം ഫുള്ള് ചോക്ലേറ്റ് ഗനാഷ് വെച്ചിട്ട് തന്നെ കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ 1/2 കപ്പ് ചോക്ലേറ്റും 1/4 കപ്പ് ക്രീമും 1 ടീസ്പൂൺ അളവിൽ ബട്ടറും കൂടെ ചേർത്തിട്ട് മെൽറ്റ് ചെയ്തെടുത്തിട്ട് അതൊന്ന് അരിച്ചെടുത്തിട്ട് ചേർത്താൽ മതി. ഞാനിപ്പോൾ അതിൻ്റെ ഉള്ളിൽ മാത്രം ചേർക്കുന്നതുകൊണ്ടാണ് 1/4 കപ്പ് എടുത്തേക്കുന്നത്. ഇനി നമുക്കൊരു ടേണിംഗ് ടേബിൾ എടുത്തതിന് ശേഷം അതിന് മുകളിൽ ഒരു കേക്ക് ബോർഡ് വെക്കുക. അതിൻ്റെ മുകളിൽ കുറച്ച് ഐസിങ് ചേർത്ത് കൊടുത്തതിന് ശേഷം അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ കേക്ക് തെന്നി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി അതിലോട്ട് നമ്മുടെ ഫസ്റ്റ് ലെയർ കേക്ക് വെച്ചതിന് ശേഷം നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു പാലിൻ്റെ മിക്സ് അതിലോട്ട് ചേർത്ത് നല്ലപോലെ ഒന്ന് വെറ്റ് ചെയ്തെടുക്കുക. ഒരു കാര്യം പറയാനുണ്ട്. എൻ്റെ ഫോണ് ഞാൻ സാധാരണ ഉപയോഗിക്കുന്ന ഫോണ് കേട് വന്ന കാരണം ഞാനിപ്പോൾ വേറൊരു ഫോണിലാണ് വീഡിയോ എടുക്കുന്നതും എഡിറ്റ് ചെയ്യുന്നതും ഒക്കെ. അപ്പോൾ വീഡിയോ ക്ലാരിറ്റി നിങ്ങൾക്ക് ശരിക്ക് മനസ്സിലാവുന്നുണ്ടോ എന്നറിയില്ല. ശരിക്ക് ഈ ഒരു ക്ലാരിറ്റിയിൽ ചെയ്തപ്പോൾ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിട്ടില്ല. എന്നാലും ഈ ഒരു വീഡിയോ ഇങ്ങനെ തന്നെ അപ്ലോഡ് ചെയ്യുകയാണ്. നെക്സ്റ്റ് വീഡിയോ മുതൽ ഒന്നും കൂടെ ക്ലാരിറ്റിയിൽ നമുക്ക് വീഡിയോ ചെയ്തെടുക്കാം. നമ്മൾ ആ ഒരു പാലിൻ്റെ മിക്സ് വെച്ചിട്ട് വെറ്റ് ചെയ്തതിന് ശേഷം വിപ്പിംഗ് ക്രീം അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക. ഏകദേശം ആ ഒരു ലെയർ കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അത്ര ക്രീം ഇട്ട് കൊടുത്തതിന് ശേഷം അത് നല്ലപോലെ ലെവൽ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതേപോലെയുള്ള നമ്മൾ ലെവൽ ചെയ്യുന്ന സ്പാച്ചുല ഇല്ല എന്നുണ്ടെങ്കിൽ സാധാരണ ഒരു സ്റ്റീലിൻ്റെ സ്കെയിൽ വെച്ചിട്ട് ചെയ്ത് കൊടുത്താൽ മതി. ചെയ്ത് കൊടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇതേപോലെ ലെവൽ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഏകദേശം ഒന്ന് ലെവലായി കഴിഞ്ഞാൽ ബാക്കി ആ ഒരു സ്ക്രാപ്പറിൻ്റെ മുകളിൽ ചെറുതായിട്ട് ക്രീം ഉണ്ടാവും. ആ പറ്റി പിടിച്ച ക്രീമൊക്കെ വേറൊരു പാത്രത്തിലോട്ടാക്കി ഒന്നും കൂടെ തുടച്ചിട്ട് വേണം അടുത്ത തവണ നിങ്ങൾ ഒന്നും കൂടെ അത് ലെവൽ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഫിനിഷിങ്ങിൽ നമുക്ക് കിട്ടില്ല. ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ഷാർപ്പ് എഡ്ജ് എങ്ങനെയാണ് കിട്ടുന്നതെന്ന്. ഷാർപ്പ് എഡ്ജ് കിട്ടുന്നത് ഒന്നാമത്തെ കാര്യം നമ്മൾ ഒരുപാട് പ്രാവശ്യം ട്രൈ ചെയ്ത് ഒരുപാട് പ്രാവശ്യം കേക്ക് ചെയ്താൽ നമ്മുടെ കേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നല്ല ഫിനിഷിങ് കിട്ടും. പിന്നെ ഫിനിഷിങ് കിട്ടാനുള്ള കുറേ ടിപ്സും കാര്യങ്ങളുമായിട്ട് ഞാനൊരു വീഡിയോ ഇതിന് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. കുറച്ച് ആൾക്കെങ്കിലും അത് ഉപകാരപ്പെടും. വിപ്പിംഗ് ക്രീം നല്ലപോലെ ലെവൽ ചെയ്ത് എടുത്തതിന് ശേഷം നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു ചോക്ലേറ്റ് ഗനാഷ് നല്ലപോലെ ചൂടാറിയതിന് ശേഷം മാത്രം ഈ ഒരു ക്രീമിലോട്ട് അപ്ലൈ ചെയ്യുക. അല്ലെങ്കിൽ ക്രീം മെൽറ്റായിട്ട് ഈ ഒരു ഗനാഷിൻ്റെ കൂടെ തന്നെ ഒലിച്ചു വരും. അപ്പോൾ അത്യാവശ്യം നല്ലപോലെ ചൂട് പോയി കഴിഞ്ഞതിന് ശേഷം ഗനാഷ് അതിൻ്റെ മുകളിൽ നല്ലപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി അതിൻ്റെ മുകളിലോട്ട് കുറച്ച് നട്ട്സ് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ കാഷ്യൂ നട്ടാണ് എടുത്തേക്കുന്നത്. ഇനി നിങ്ങളുടെ കയ്യിലുള്ള ഏത് നട്ട്സ് ആണെങ്കിലും കുഴപ്പമില്ല. ബദാമോ അണ്ടിപ്പരിപ്പോ പിന്നെ വാൾനട്ട്സോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിൽ യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിതിൽ ആ ഒരു കേക്ക് കവർ ചെയ്യാനുള്ള രീതിയിൽ ചെറുതായിട്ട് പൊടിച്ച് വെച്ചിട്ടുള്ള കാഷ്യൂ നട്ട്സ് ആണ് ചേർത്ത് കൊടുത്തത്. ഒരുപാട് അങ്ങ് പൊടിക്കേണ്ട, ജസ്റ്റ് നമുക്ക് ആ ഒരു കടിക്കാൻ കിട്ടുന്ന ആ ഒരു രീതിയിൽ ലൈറ്റായിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ അടുത്ത ലെയർ വെക്കുക. ഞാൻ ഏറ്റവും മുകളിലത്തെ ലെയറാണ് നടുവിൽ വെച്ചേക്കുന്നത്.
അങ്ങനെ ആകുന്ന സമയത്ത് നമുക്ക് കറക്റ്റ് ലെവൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മൾ ഏറ്റവും മേലെയുള്ള ലെയർ താഴെയോ അല്ലെങ്കിൽ മേലെയോ വെച്ച് കഴിഞ്ഞാൽ അത് ഒരു ചെരിഞ്ഞ പോലെ ആയിരിക്കും, ഒരു അൺഈവൻ ടോപ്പ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ ചെയ്യേണ്ട, ഇതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് കേക്ക് ലെവൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. തല തിരിച്ചിട്ട് വെക്കുക, അതായത് മുകളിലത്തെ ഭാഗം അടിയിലാക്കിയിട്ട് വെച്ച് കൊടുക്കുക. ഇനി അതിൻ്റെ മുകളിലോട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ആ ഒരു സിറപ്പ് വെച്ചിട്ട് ഒന്ന് വെറ്റ് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ക്രീം വെച്ചിട്ട് ലെയർ ചെയ്ത് ഗനാശ് ഒഴിച്ച് അതേപോലെ തന്നെ നട്ട്സും വിതറി കൊടുക്കുക. ഞാനിപ്പോൾ ഇതിൽ ക്രം കോട്ടൊന്നും ചെയ്തിട്ടില്ല, ഡയറക്റ്റ് ആയിട്ട് മെയിൻ ഐസിങ് ചെയ്തേക്കുവാണ്. അപ്പോൾ ഞാൻ മുമ്പത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ സ്ക്രാപ്പർ ഉപയോഗിക്കില്ല. സ്ക്രാപ്പറിന് പകരം ഇതേപോലെ ഒരു കാർഡാണ് എടുക്കാറുള്ളത്. ഈ ഒരു കാർഡ് നമ്മൾ കേക്കിൽ അപ്ലൈ ചെയ്ത് ശരിക്കും വലിച്ചിട്ടതിന് ശേഷം ഒന്നും കൂടെ തുടച്ച് വീണ്ടും ഇതേപോലെ ഇങ്ങനെ വലിച്ചു കൊടുത്താൽ മതി. നിങ്ങളുടെ കയ്യിൽ കേക്ക് സ്ക്രാപ്പർ മേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതേപോലെ ഒരു കാർഡ് ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് കേക്ക് ഐസിങ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പം ഞാൻ കേക്ക് ഏകദേശം ഐസിങ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതൊരു 4 മണിക്കൂറെങ്കിലും മിനിമം ഫ്രിഡ്ജിൽ വയ്ക്കാൻ പോവുകയാണ്. നിങ്ങൾ തംബ്ലൈന് കണ്ട പോലെ തന്നെ ഞാൻ മേലെ ഫോണ്ടൻറ്റ് വെച്ചിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫോണ്ടൻറ്റ് ഡിസൈൻ വിപ്ഡ് ക്രീമിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് കേക്ക് നല്ലപോലെ തണുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ക്രീമിൽ നിന്ന് നമ്മുടെ ഫോണ്ടൻറ്റ് ഒലിച്ചിറങ്ങിയിട്ട് ഇങ്ങ് പോരും. അതുകൊണ്ട് തന്നെ ഞാനിത് ഒരു ഓവർനൈറ്റ് ഫുള്ള് വെച്ചിട്ടുണ്ട്. മിനിമം നിങ്ങൾ 4 മണിക്കൂറെങ്കിലും വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. ഞാനത് ഒരു ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ റെഡ് കളർ ഫോണ്ടൻ്റാണ് എടുത്തത്. അപ്പോൾ ഈ ഒരു ഫോണ്ടൻ്റ് നമ്മൾ എടുക്കുന്ന സമയത്ത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടിരിക്കും. അപ്പോൾ ആ ഒരു സോഫ്റ്റ് രീതിയിൽ നിന്ന് നമുക്കത് മാറ്റി എടുക്കാൻ വേണ്ടിയിട്ട് കോൺഫ്ലോർ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഞാൻ കുറച്ച് ആ ഒരു ബോള് കുഴയ്ക്കാൻ വേണ്ടിയിട്ടുള്ള കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ നല്ലപോലെ കുഴച്ചിട്ട് ഹാർഡായി വന്നിട്ടുണ്ട്. ഇനി ഇതേപോലെ ഒരു ഫോണ്ടൻ കട്ടർ വെച്ചിട്ട് ഞാനിതൊരു ഹാർട്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞാൻ കട്ട് ചെയ്തെടുത്ത് ഏകദേശം ഇതേപോലെ ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 10-15 മിനിറ്റ് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ വെച്ചിട്ട് ഹാർഡാവാൻ വേണ്ടിയിട്ട് വെക്കണം. അല്ലാണ്ട് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് കേക്കിലോട്ട് വെക്കുന്ന സമയത്ത് അത് ചിലപ്പോൾ അതിൽ നിന്ന് ആ ഒരു കളറ് ഇങ്ങനെ ഒലിച്ച് താഴേക്ക് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു മേലെ ഭാഗം കുറച്ചൊരു ഗ്ലേസിങ്ങോടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ ഉണങ്ങാൻ വേണ്ടി വെച്ച് കഴിഞ്ഞാൽ അത് താഴെ ഒട്ടിപ്പിടിക്കും. പിന്നെ ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് കോൺഫ്ലോർ വെച്ചിട്ടൊന്ന് ഡസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഡസ്റ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നല്ലപോലെ ഒന്ന് ഹാർഡാക്കാൻ വേണ്ടിയിട്ട് വെക്കുക. അപ്പോൾ ഞാൻ ഹാർഡാകുന്നതിന് മുൻപ് ഇതേപോലൊരു സ്റ്റിക്ക് അതിനുള്ളിൽ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഞാനിത് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലോട്ട് മാറ്റി വെക്കുകയാണ്. അതേപോലെ തന്നെ ഫോണ്ടൻറ്റ് വെച്ചിട്ട് ഫോണ്ടൻറ്റ് നല്ലപോലെ പരത്തിയിട്ടാണ് ബാക്കിയുള്ള ഹാർട്ട് ഷേപ്സും ആ താഴെയുള്ള ആ ഒരു റിബൺ പോലെയുള്ളതൊക്കെ ഞാൻ ചെയ്തേക്കുന്നത്. ഇതേപോലെ നമ്മൾ കോൺഫ്ലോർ വെച്ചിട്ട് വേണം ഈ ഒരു ഫോണ്ടൻറ്റ് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അത് നല്ലപോലെ ഹാർഡായി കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ. അതുകൊണ്ട് തന്നെ ഞാനത് കേക്കിലോട്ട് അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ ഞാനത് മുഴുവൻ കേക്കിലോട്ട് അപ്ലൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. കാണാനും നല്ല ഭംഗിയുണ്ട്, അതേപോലെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഈ ഒരു കേക്ക് ട്രൈ ചെയ്ത് നോക്കുക, ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാവും. അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.